പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ വൈകിപ്പോയി. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. രാവിലെ 6 മണിക്കാണ് കേട്ടോ ഇവിടെ പെരുന്നാൾ നിസ്കാരം. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ 5:45 ആകുമ്പം തന്നെ ഒക്കെ പള്ളിയിലേക്ക് പോയി. എല്ലാവരും പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. തക്ബീറെല്ലാം ചൊല്ലുന്നുണ്ട്. ഞാൻ പിന്നെ പള്ളിയിലൊന്നും പോയിട്ടില്ല കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെയാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചത്. അങ്ങനെ പള്ളിയിൽ നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഞാനും നിസ്കരിച്ചു. പിന്നെ വേഗം തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാ ചായ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ പൊടിയെല്ലാം ഇട്ട് നല്ലൊരു ചായ റെഡിയാക്കി എടുത്തു. ഇക്കാക്കും കൊടുത്തു. പിന്നെ ഞാനും കുടിച്ചു. രാവിലെ തന്നെ നല്ലൊരു ചായ കുടിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഞങ്ങൾക്കെല്ലാം നല്ലൊരു ചായ രാവിലെ കിട്ടണം. പിന്നെ ബിസ്ക്കറ്റാണ് ചായക്ക് കടിയായിട്ട് എടുത്തത്. വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ആക്കിയിട്ടില്ല. ഇന്നലെ നോമ്പായതുകൊണ്ട് ഇന്നലെ നല്ലോണം കടികളൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കടികളൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ബിസ്ക്കറ്റും ചായയാണ് കുടിച്ചത്. പിന്നെ എത്ര കടികളുണ്ടെങ്കിലും രാവിലെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ക്രോയിസന് അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കൽ. അങ്ങനെ കടികളൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് ഉണ്ണിയപ്പം റെഡിയാക്കലാണ്. അപ്പം കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ മാവെല്ലാം രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചുടലാണ്. ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെയ്യപ്പത്തിൻ്റെയും രണ്ടും അടിപൊളിയാണ്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ. ഒരടുപ്പത്ത് ഉണ്ണിയപ്പം റെഡിയാകുന്നുണ്ട്. പിന്നെ മറ്റൊരടുപ്പത്ത് ഞാനിതാ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള നെയ്യപ്പത്തിൽ പൊരിച്ചെടുക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നെയ്പ്പത്തിലും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നെയ്പ്പത്തിലെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതാ ഇതുപോലെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. പിന്നെ ഞാൻ തലേന്ന് തന്നെ കുറേ കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കലൊന്നുമില്ല. പെരുന്നാളിൻ്റെ അന്ന് തന്നെയാണ് എല്ലാം റെഡിയാക്കൽ. ഉള്ളിയെല്ലാം തൊളി കളഞ്ഞ് വെക്കും. ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കറികളുണ്ടെങ്കിൽ കറികളും വെച്ച് വെക്കോട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ഇതാ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നെയ്പ്പത്തിലും കറിയെല്ലാം റെഡിയായി. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ വീണ്ടും കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചതും അലിസിയും പായസമൊക്കെയാണ് റെഡിയാക്കുന്നത്. അപ്പം 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവില്ല മുളക് പൊടിയും ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലോറും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അടച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പൊരിക്കാൻ നേരത്ത് എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ പൊരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ പൊരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അൽസക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതും അടച്ചിട്ട് അടുപ്പത്തേക്ക് വേവാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള സാബുനരി വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. സാബുനരിയും ക്യാരറ്റും വെച്ചിട്ടുള്ള അടിപൊളി പായസമാണ് റെഡിയാക്കിയതിന്. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർ കണ്ടു നോക്കുക. പിന്നെ ഞാൻ 2 ബ്രൗണി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ റെഡിയാക്കിയതാണ്. പിന്നെ ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ന്യൂട്ടലെല്ലാം ആക്കി കൊടുക്കണം. ഒന്ന് നമ്മുടെ നെയ്ബേഴ്സിന് കൊടുക്കാനും ഒന്ന് നമുക്കുള്ളതുമാണ്. അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രൗണി റെസിപ്പിയാണ്. വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടിപൊളി ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ. ഒരു ബ്രൗണിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇത് മറ്റൊരു റെസിപ്പിയാണ്. ഇത് വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രൗണി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ന്യൂട്ടെല്ല ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഹാസിൽനട്ടാണ് ഞാൻ ഇട്ടത്. ന്യൂട്ടെല്ല ഹാസിൽനട്ട് ബ്രൗണിയാണിത്. അപ്പോൾ ഇതാ അങ്ങനെ ബ്രൗണിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫെല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പം മസാല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുക്കറിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടുന്നില്ല. കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നീട് ഉണ്ടാക്കി കാണിക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം കുക്കറിലിട്ട് അതവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരടുപ്പത്ത് പായസം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതവിടുന്ന് റെഡിയാക്കുന്നുണ്ട്. 5 അടുപ്പുണ്ട്. അപ്പം 5 അടുപ്പത്തും ഓരോന്നും വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോഴത്തേക്ക് ഇതാ വേവാനായിട്ട് വെച്ച ഗോതമ്പ് വെന്തിട്ടുണ്ടേനു. അതും ഒന്ന് തുറന്നിട്ട് അതൊന്ന് ഒതുക്കിയിട്ട് അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പായസം ഇവിടെ റെഡിയായി. അതിലേക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതെല്ലാം ഇട്ടിട്ട് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ
അങ്ങനെ പായസം റെഡിയായി. ഇനിയിപ്പം മറ്റൊരടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു ചിക്കൻ പൊരിച്ചത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പായസമൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമ്മൾ കുടിക്കുന്നുണ്ട്. അങ്ങനെ തിന്നും കുടിച്ചുമൊക്കെയാണ് കുക്കിങ്ങെല്ലാം നടക്കുന്നത്. അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട്. 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ചോറും അലസിയും ചിക്കൻ പൊരിച്ചതും അതുപോലെ പായസവും എല്ലാം റെഡി ആയിട്ടുണ്ടേനു. 10 മണിക്കേക്ക് എല്ലാം റെഡിയായി. അതൊക്കെ അവിടെ അടച്ചു വെച്ച് ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം ചോറ്, ചിക്കൻ പൊരിച്ചത്, അലിസ, തൈര്, പായസം, അച്ചാർ അങ്ങനെ എല്ലാം റെഡിയായി. നമ്മളിനിയിപ്പോൾ കഴിക്കലാണ്. ബീഫ് ബിരിയാണിയും കോഴി പൊരിച്ചതും അലസിയും തൈരും അച്ചാറും എല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറെല്ലാം കഴിച്ചു. ചോറെല്ലാം കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി. പിന്നെ മഗ്‌രിബെല്ലാം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കാര്യമായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല. മാളിലെല്ലാം പോയിട്ട് ഒന്ന് കറങ്ങി ഫോട്ടോ എല്ലാം എടുത്ത് തിരിച്ചു വന്നു. ഒരു ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അല്ലെങ്കിൽ പാർക്കിലോ അങ്ങനെ എവിടെയെങ്കിലും എല്ലാം പോയിരിക്കായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉച്ചക്കും വൈകിട്ടൊന്നും ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. രാത്രിയാണ് ഇറങ്ങിയത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതാ പുറത്ത് പോയതാണ്. പുറത്ത് പോയതിൻ്റെ വീഡിയോ ഒന്നും അധികമൊന്നും എടുത്തിട്ടില്ല. നല്ല തിരക്കേനു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരിതുണ്ടായിട്ടില്ല, തിരക്കായതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളിട്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.